പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ആരാ, ആ മന്ത്രിമാരാരാ എന്നൊക്കെ, മുഖ്യമന്ത്രി ആയില്ലേ മന്ത്രിമാരാകാത്ത ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും MLA സ്ഥാനത്ത് എത്തുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാത്ത കുറേ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. അവർ ജയിച്ചതിൻ്റെ കാരണം തന്നെ ചിലപ്പം പിണറായി വിജയനാണ്. കാര്യം പിണറായി വിജയൻ്റെ പോലീസുകാരൻ്റെ മർദ്ദനമേറ്റവരും അങ്ങനെ പിണറായി വിജയൻ്റെ ക്രൂരതയ്ക്ക് ക്രൂരത ഏറ്റവരുമൊക്കെയാണ് ഈ ജയിച്ചിരിക്കുന്നവർ. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ എ ഡി തോമസ് ആലപ്പുഴയിൽ വിജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലപ്പുഴ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അവിടെയാണ് ചിത്രജ്ഞൻ എന്ന് പറയുന്ന MLA. ചിത്രജ്ഞനെ ഈ TV ചർച്ചകളിലൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ധാർഷ്ട്യം കാണുന്നതാണ്. ആ MLAയെ തോൽപ്പിച്ച എ ഡി തോമസ് പുള്ളിക്കാരൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. പുള്ളിക്കാരൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് പിണറായി വിജയൻ്റെ പോലീസ് പുള്ളിയെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ചട്ടി കൊണ്ട് തലയ്ക്കടിച്ച് തലയൊക്കെ പൊട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തു ആലപ്പുഴയിൽ. അദ്ദേഹം ഈ അതിന് മുമ്പുള്ള MLA തോൽപ്പിച്ചത് 19,000 ഭൂരിപക്ഷമുള്ള ചിത്രത്തിനെയാണ് 21,000 ചില്ലാന വോട്ടിന് ഈ എ ഡി തോമസ് തോൽപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൂരജ് ബാലുശ്ശേരി ജയിച്ചു. അത് തോൽപ്പിച്ചത് സച്ചിൻ ദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെങ്കിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ് സച്ചിൻ ദേവ്. അപ്പോൾ ഈ സൂരജ് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണ്. ഒരു ആസ്തി പുള്ളിക്കൊരു 25,000 രൂപയുടെ സ്കൂട്ടർ ഉൾപ്പെടെ. ആ 25,000 രൂപ ആസ്തിയുള്ള ആളാണ് ഈ സൂരജ്. പുള്ളിക്കാരൻ ബാലുശ്ശേരി ജയിച്ചു. പിന്നെ ഒ ജെ ജനീഷ് നമ്മുടെ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളി മാറിയിട്ട് പുള്ളി ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ പാർട്ടിയാണ്. പുള്ളിക്കാരൻ ഒരിക്കലും കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാൻ അത് കാരണമാണ് ഒരു ചാൻസ് കിട്ടിയത്. 8,000-ൽ പരം വോട്ടുകൾക്കാണ് ഒ ജെ ജനീഷ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആൾ നമ്മുടെ ബിനുമോൻ വൈക്കത്ത് ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത ഒരു മണ്ഡലമാണ്. അവിടെ ഏതാണ്ട് 13,360 ചെറിയൊരു ഭൂരിപക്ഷം അവിടെയും ജയിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ആൾക്കാർ ജയിച്ചത് പിണറായി വിജയൻ്റെ പോലീസ് കാരണമാണ്. അവരുടെയൊക്കെ മർദ്ദനമൊക്കെ ഏറ്റ കാരണമാണ് ഇവർ ജയിക്കാനിടയായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.